ത്രിയേക ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം 13-ാം വചനമാണ്. ഇത് ഇപ്രകാരമാണ്. കർത്താവ് പറയാണ്, യേശു പറയാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടല്ലാത്ത തൈയൊക്കെയും വേരോടെ പിഴുതെറിയപ്പെടും. അപ്പം കർത്താവ് നട്ടിട്ടുള്ളതൊക്കെ എന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ഇതെല്ലാമാണ് വിശ്വസ്തത, വിശ്വാസം, ഇതെല്ലാമാണ് യേശു നട്ടിട്ടുള്ളത്. പക്ഷേ നട്ടിട്ടില്ലാത്തത് എന്താണ്? അസൂയ, വഞ്ചന, വിശ്വാസമില്ലായ്മ, ഇതൊന്നും യേശു നട്ടിട്ടില്ല. അപ്പം കർത്താവ് പറയണ, സ്വർഗസ്ഥനായ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പിഴുതെറിയപ്പെടുമെന്ന്. അപ്പം യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലൊരു യൂദാസ് ഉണ്ടായിരുന്നു. ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ആരാണ്? തിരഞ്ഞെടുത്തത് സ്വർഗസ്ഥനായ ദൈവം തിരഞ്ഞെടുത്താണ്. യേശുവിൽ കൂടെ സ്വർഗസ്ഥനായ പിതാവ് തിരഞ്ഞെടുത്താണ്. യേശു പറയുന്നുണ്ട്, എൻ്റെ പിതാവ് അറിയാതെ എൻ്റെ അടുക്കിലേക്ക് ആരും വരുന്നില്ല എന്ന്. അപ്പോൾ ഈ 12 ശിഷ്യന്മാരെ യേശുവിനെ തിരഞ്ഞെടുത്തത് പിതാവായ ദൈവം യേശുവിൽ കൂടെയാണ്. പക്ഷെ അതിലൊരു യൂദാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ഒരു യൂദാസ് എവിടെയെങ്കിലും ഉണ്ടോ? അത് നമ്മുടെ പരിചയമുള്ളവരിലായിരിക്കാം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പള്ളിയിൽ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം. അപ്പം എവിടെയെങ്കിലും ഒരു യൂദാസ് നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പം നമുക്ക് ദൈവം ഒരു നല്ല കാര്യം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് എങ്ങനെയാണ്? അത് മനുഷ്യരിൽ കൂടെയാണ് നമുക്ക് ചെയ്തു തരാൻ പറ്റുക. അതേപോലെ തന്നെയാണ് നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നതും മനുഷ്യരിൽ കൂടെയാണ്. അപ്പം അങ്ങനെ സഹനം വരുവാൻ വേണ്ടി ഒരു യൂദാസ് നമ്മുടെ ജീവിതത്തിൽ എവിടുന്നെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ കർത്താവിന് ഏറ്റ സഹനങ്ങൾ ഒരിക്കലും കർത്താവ് ഒരു പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ അടുത്ത്. എൻ്റെ ദൈവമേ, പീലാത്തോസ് എന്നെ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ റോമക്കാരെന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനൊന്നും അല്ല പറയുന്നത്. എൻ്റെ പിതാവേ, അവരോട് ക്ഷമിക്കണമേ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സഹനം വരുത്തുന്ന ആൾക്കാരോട് ക്ഷമിക്കുവാനാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ അവരോട് പകരം വീട്ടാനോ അവരെ എന്തെങ്കിലും ചെയ്യാനോ നമുക്കൊരു അർഹതയില്ല. അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക, അത് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഈ അനുഭവിക്കുന്ന സഹനം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണേ. ഞങ്ങളോട് പെരുമാറുന്ന ഈ യൂദാസ്, ഇങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവെ അവരിൽ നിറഞ്ഞ് വരണമേ, അവരിലൊരു മാറ്റം വരണമേ, ഞങ്ങളെ അവരിൽ നിന്ന് രക്ഷിക്കണമേ. ഇനിയും ഈ പരിഹാസവും സഹനങ്ങളും ഞങ്ങൾക്ക് വരാതിരിക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. തിരുരക്തത്തിൽ അവരെ കഴുകി വിശദീകരിക്കണമേ, ഞങ്ങളെയും കഴുകി വിശദീകരിക്കണേ. ആമേൻ.